ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല. പാർട്ടിക്ക് എന്ത് തോന്നുന്നു? ഞങ്ങൾ ശുദ്ധമായ അതൊക്കെ വരട്ടേന്ന്. അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ. അപ്പോൾ ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. സംഘടന അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഒരു പ്രതിരോധമില്ല ഞങ്ങൾ മുമ്പേ പ്രതിരോധിച്ചു. ഒന്നാമത്തെ പ്രശ്നം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന SIT അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം, ആവശ്യമായ അന്വേഷണം നടത്താം, ആവശ്യമായ നിലപാട് സ്വീകരിക്കാം, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം. അങ്ങനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല, ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല. ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല. പാർട്ടിക്ക് എന്ത് തോന്നുന്നു? ഞങ്ങൾ ശുദ്ധമായ അതൊക്കെ വരട്ടേന്ന്. അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? ഇനി എന്തെല്ലാം വരാനുണ്ട്? എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക? നിങ്ങൾക്ക് പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രോസസ് നടക്കുക. നിങ്ങളെന്തിനാണ് വെപ്രാളപ്പെടുന്നത്? പകുതി വന്നിട്ട് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം നല്ലോണം പോകട്ടെ പോരെ? നല്ല അല്ല, അത് കോടതിയല്ലേ പറയേണ്ടത്? കോടതിയുടെ മുമ്പിൽ വരട്ടെ. വന്നിട്ടാകുമ്പോൾ നമുക്ക് പറയാം. വരും. ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ. ആയിക്കോട്ടെ. ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ. അപ്പോൾ ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. സംഘടന അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തു അപ്പോൾ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നുള്ളത്. അതെ, ഞാൻ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന് ശേഷവും പറഞ്ഞു, പറഞ്ഞതിന് മുമ്പും പറഞ്ഞു, ഒരാളെയും പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കെന്താ? ഞങ്ങൾക്കില്ലാതെ വിഷമം നിങ്ങൾക്കെന്തിനാ? അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പൂർത്തിയാവുമല്ലോ. ആവുമോ? അത് ഏത് നിയമത്തിനനുസരിച്ച് അങ്ങനെ ആവുക? നിങ്ങൾക്ക് വല്ല നിയമമുണ്ടോ അങ്ങനെ? ഒരാളെ അറസ്റ്റ് ചെയ്ത് ഉടനെ കുറ്റവാളിയാണെന്ന് തീരുമാനിക്കല. അറസ്റ്റ് ചെയ്താൽ എൻ്റെ അർത്ഥം എന്താ അറിയോ? എന്നാ അല്ല, അറസ്റ്റ് ചെയ്താൽ എന്താ അതിൻ്റെ അർത്ഥം? അത് പറ. നിങ്ങൾക്ക് ആയിട്ടില്ലാന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പോകുന്നില്ല. നല്ലത് ചോദിച്ച സംശയം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് ഒരാളെ പ്രതിയാക്കി. ആ പ്രതിയാക്കിയാൽ എന്താ അതിൻ്റെ അർത്ഥം? കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ? കുറ്റാരോപിതനാണെന്ന് മാത്രമേ ഉള്ളൂ. കുറ്റം തെളിയിക്കണം. തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. ആരെ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, ആരെ വേണമെങ്കിലും കേസിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള നിലപാടിലേക്ക് എത്തിക്കുക, നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരിക. ആ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം. അല്ല, പ്രതിപക്ഷം വരെ നോക്കണം. പ്രതിപക്ഷം എപ്പോഴെങ്കിലും വല്ല ക്രിയേറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? എല്ലാം വിരുദ്ധമായ നിലപാട് മാത്രമേ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ. BJP പറയുന്നതും കോൺഗ്രസ് പറയുന്നതും എല്ലാം എന്താ പറഞ്ഞാൽ എല്ലാ വികസനത്തിനെതിരാണ്. വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ഒറ്റ പ്രതിപക്ഷമേ ഉള്ളൂ. അത് ഇവിടുത്തെ കോൺഗ്രസും BJP-യാണ്. വേറെ ലോകത്തൊരു പ്രതിപക്ഷവും ഇന്നേ വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ആര് പിടിച്ചാലും ഒരാളെയും സംരക്ഷിക്കില്ല. സർക്കാരിൻ്റെ നയമാണ്, പാർട്ടിൻ്റെ നയം അതാണ്. പോരെ? അല്ല, നമ്മൾ ഓരോരുത്തരുടെ തൃപ്തി നോക്കിയിട്ടല്ലല്ലോ പോക്ക്. നമ്മൾ ഓരോരുത്തരും നമ്മളെ തൃപ്തി നോക്കിയിട്ടാണ് പോകുന്നത്. അവരവരുടേതായ രീതിയിൽ പോകുന്നുണ്ട്. പോയിക്കോട്ടെ, ഞങ്ങൾക്കത് യാതൊരു തർക്കമില്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞത് തന്നെ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നത്, ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്ക്. ഞങ്ങൾ കൈ ശുദ്ധമാണെന്ന്. ഞങ്ങളെന്തിനാണ് ഭയപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഭയപ്പെടേണ്ട കാര്യം? ഞങ്ങൾക്ക് എന്തിനാണ് ഭയം? അവിടെ നിലപാട് തിരിച്ചു പിടിക്കണം. ഒരു ഇഞ്ച് അല്ല, ഒരു ഇഞ്ച് പറയണ്ട, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അത് ഉറപ്പായിട്ട് എനിക്കറിയാം നഷ്ടപ്പെടില്ല. പോരെ? അല്ല, ആരെങ്കിലും തള്ളി പറയുന്ന വല്ല കാര്യമുണ്ട് നമുക്ക്? എന്തിനാ തള്ളി പറയുന്നത്? ആരും തള്ളി പറയുന്ന കാര്യമില്ല. ഞങ്ങൾ തള്ളി പറഞ്ഞു. ആദ്യം മുതലേ തള്ളി പറഞ്ഞു എല്ലാവരെയും. ആരാണോ കുറ്റക്കാരായിട്ടുള്ളത് അവരെല്ലാം തള്ളി പറഞ്ഞു, മുമ്പേ തള്ളി പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരൊറ്റ ആക്കൂല. ശുദ്ധമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM-ൻ്റെ കൈ.
അതിൽ കളങ്കം ഉണ്ടാക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയില്ല പാർട്ടി. ആർക്കെങ്കിലും കളങ്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കളങ്കമുള്ള ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല. ഞാൻ ഇത്രയും മതി. ഇത്രയും എൻ്റെ വിശ്വാസമല്ലല്ലോ പ്രശ്നമെന്ന്. ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതല്ലേ ഇല്ല, ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല. യെസ്, മതി മതി. ആ, നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് തിരിച്ചടിയാവും വിചാരിച്ചിട്ടില്ലേ? അത് ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെന്തോ ശ്രദ്ധിച്ചില്ല. അതാ ഞാൻ പറയുന്നത്. പത്മകുമാറിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കേരളം ചർച്ച ചെയ്യും. പോരെ? ഒരു തിരിച്ചടിയും പാർട്ടിക്കാവില്ല. കാരണം പാർട്ടിയുടെ കൈ ശുദ്ധമാണ് എന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. നേരെ മറിച്ച് വികസന പ്രവർത്തനത്തെ മുഴുവൻ തുരങ്കം വെക്കുന്ന UDF-നും BJP-ക്കും എതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് വിധി എഴുതും. അതും ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അല്ല, SIന്റെ കാര്യം കണ്ടെത്തലായിട്ടില്ല. അവരിങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഓരോരോ ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചാർജ് ഷീറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. ചാർജ് ഷീറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോടതിയിലല്ലേ നിലപാട് സ്വീകരിക്കുക. നോക്കാം, നമുക്ക് നോക്കാം. ഒരാളും നമ്മൾ പ്രിയപ്പെട്ടവരല്ല. പാർട്ടിയുടെ പ്രിയപ്പെട്ടവരാരാ അറിയോ? ആരാ? അല്ലല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ആരാ പ്രിയപ്പെട്ടവരാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ പ്രിയപ്പെട്ടവർ സത്യസന്ധമായി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല അംഗീകാരമുള്ള കേഡർമാരും പ്രവർത്തകരും. അല്ലാതെ ഒരാളെയും ഈ പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിന്നെ അല്ല, ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞത് പരിശോധിക്കാണ്ട് പറഞ്ഞ എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞേട്ടാ. ആരെ പേരിൽ വന്നാലും ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നമല്ല.